മീൻകറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളികളുടെ ഒരു വികാരം തന്നെയല്ലേ. നമ്മൾ പല രീതിയിൽ മീൻകറി ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാരഗൺ സ്റ്റൈലിലുള്ള പച്ചമാങ്ങി നാളികേരപ്പാലൊക്കെ ചേർത്തുള്ള കിഡുമായിട്ടുള്ള മീൻകറി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, പുട്ട്, അപ്പം, ഇടിയപ്പം അതിൻ്റെയൊക്കെ കൂടെ അടിപൊളി തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മീൻ കറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ അയിലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി എടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവയുടെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ കയ്പ്പ് വരും, നന്നായിട്ട് വരില്ല. ഉലുവ നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ചതും, ഒരു 8 അല്ലി വെളുത്തുള്ളി നല്ല പോലെ ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് മൂത്ത് വരട്ടെ. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം ചെറിയുള്ളിയാണ് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ഒരു 1/2 കപ്പോളം അളവിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ എടുക്കാം, വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഇപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ സവോളയാണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളകും കൂടെ ചേർക്കുക, എരിവിനനുസരിച്ച്. കൂടുതൽ സ്പൈസി ആവണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതുള്ളൂ കേട്ടോ. കൂടുതൽ എന്താ പറയുക, നല്ല ഫ്ലേവറോട് കൂടിയൊക്കെ വരും. പച്ചമുളക് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ടാവും. പിന്നെ 1/2 കപ്പ് ചെറിയുള്ളി ഒന്ന് മുറിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയുള്ളിയും ബാക്കി ഇഞ്ചി ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരണം കേട്ടോ. ആവശ്യത്തിന് തന്നെ ഒന്ന് വഴന്ന് വരണം എല്ലാം കൂടെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ട നാളികേരപ്പാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ നാളികേരത്തിൻ്റെ പകുതിയാണ് എടുക്കണത് കേട്ടോ. ചെറിയ നാളികേരാണെങ്കിൽ ഒരു നാളികേരം മുഴുവനായിട്ട് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത്യാവശ്യം കട്ടിയുള്ള നാളികേരപ്പാലാകുമ്പോഴായിരിക്കും ടേസ്റ്റി ആയിട്ട് വരിക. ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടാട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അതിനുശേഷം എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് കുറഞ്ഞ തീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി ഇതൊന്ന് നന്നായിട്ട് വഴന്ന് റെഡിയായിട്ട് തന്നെ വന്നോട്ടെ കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തന്നെ ഇത് റെഡി ആയിട്ട് വരണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തക്കാളിയാണ്. 2 നല്ല പഴുത്ത തക്കാളിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് റെഡി ആയിട്ട് തന്നെ മാറണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്താ പറയുക ഒന്ന് കുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ആവശ്യത്തിന് എണ്ണയുണ്ട്, അപ്പോൾ പിന്നെ അത് തന്നെ മതിയാവും. കണ്ടില്ലേ, എണ്ണ തെളിഞ്ഞ് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ, അതായത് 2ാം പാലുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 കപ്പ് അളവിലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ എത്രത്തോളം മീൻ എടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ ചേർക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചാൽ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാട്ടെ. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അയിലയാണ്. അയിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഒരുവിധം ഒന്ന് എന്താ പറയുക ഒന്ന് മുങ്ങിക്കിടക്കണ ആ ഒരു രീതിയിൽ. മീൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചും കൂടി വെള്ളം അങ്ങോട്ട് പുറത്ത് വന്ന് ഒന്നും കൂടി ലൂസായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നാളികേരപ്പാൽ എടുത്താൽ മതിയാവും. ഒരുപാട് നാളികേരപ്പാലായി കഴിഞ്ഞാലും ആ ഒരു മീനിൻ്റെ ഫ്ലേവേഴ്സ് കാര്യങ്ങളൊന്നും നന്നായിട്ട് തന്നെ വരില്ല. അപ്പോൾ എന്താ പറയുക, ആവശ്യത്തിന് തന്നെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോർഷനിൽ വരുമ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ മാറുക കേട്ടോ. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാവിടെയും ഈ ഒരു ഗ്രേവി കാര്യങ്ങൾ നന്നായിട്ട് തന്നെ ഒന്ന് ആയി വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വന്നതിന് ശേഷമാണ് പിന്നെ നമുക്കിതിലേക്ക് പച്ചമാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ മാങ്ങ പെട്ടെന്ന് ഉടഞ്ഞു പോകുമല്ലോ. അപ്പോൾ അത് തിളച്ചൊന്ന് മാറിയിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വലിയ പച്ചമാങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. മാങ്ങയുടെ അളവൊക്കെ പുളിക്കനുസരിച്ച് തന്നെ ചേർക്കാവുന്നതുള്ളൂ. ഞാൻ തൊലിയോട് കൂടിയിട്ടാണ് ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് കനം കുറച്ചുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ തൊലിക്ക് കയ്പ്പ് ഉണ്ടെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷം മാത്രം ചേർക്കുക കേട്ടോ. ഇനി വീണ്ടും നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം.
അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ആവശ്യത്തിനുള്ളൊരു പുളിയുള്ള മാങ്ങ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് എല്ലാവിടെയും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്ന് ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരണം. പക്ഷെ മാങ്ങ കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോരുത് കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം റെഡിയാക്കി എടുക്കേണ്ടത്. ഇടയ്ക്കൊന്ന് നമുക്ക് ചുറ്റിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അടിഭാഗത്തെ മീൻ കഷ്ണങ്ങളൊക്കെ ചിലപ്പോൾ അടിയിൽ പിടിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ അളവിലൊക്കെ മീനൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അല്ലെങ്കിലും സാധാരണ മീൻ കറി തയ്യാറാക്കുമ്പോൾ നമ്മൾ ചുറ്റിച്ചു കൊടുക്കും. അപ്പോഴാണല്ലോ എല്ലാവരുടെയും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എല്ലാം പിടിച്ച് റെഡി ആയിട്ടൊക്കെ വരിക. അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 1 കപ്പ് അളവിൽ കട്ടിയുള്ള നാളികേരപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്, ഒരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ. അപ്പോൾ ഇതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതിയോ. പ്രത്യേകിച്ച് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ആ ഒരു ചൂട് കാര്യങ്ങളൊക്കെ നിലനിൽക്കുമല്ലോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നത് മൺചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാരഗൺ സ്റ്റൈലിലുള്ള പച്ചമാങ്ങ ചേർത്തിട്ടുള്ള, അതായത് പച്ചമാങ്ങി നാളികേരപ്പാലൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ മീൻകറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കേണ്ട ടേസ്റ്റി ആയിട്ടുള്ള മീൻകറികളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് ടൈപ്പ് മീൻകറികളുടെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കാം കേട്ടോ.